പെണ്ണിൻ്റെ ഉമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ഈ മുയൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അച്ഛനും അമ്മയും നിങ്ങളാണ്. ആദ്യത്തെ പ്രസവത്തിൽ നിങ്ങളത് നോക്കും, രണ്ടാമത്തേത് അത് തനിക്ക്. ഇതെന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മുയൽ കൃഷി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പോവാം. എന്തുണ്ടെങ്കിലും ചോദിക്കും. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം മുയൽ ഇതിനൊരു എക്സസൈസും കൂടെ ഉണ്ട്. ഇത് കൂടിനകത്ത് കിടക്കുന്നതാണ്. നേരെ തിന്നുമ്പോൾ രണ്ട് കാലം വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുള്ളൂ. എപ്പോഴും നേരെ കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ വേർന്ന് വെക്കുമ്പോൾ അതിനൊരു എക്സസൈസും കൂടെ ഉണ്ട്. ഇതിങ്ങനെ കഴിക്കുന്ന ആളുകൾ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്നിക്കൊന്ന് കിള്ളി അതിനുള്ളിൽ കയറിപ്പോൾ ഉൾത്തട്ടി സൈഡിൽ ഇങ്ങനെ നമ്മൾ കൂട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് അവിടെ കുറയാണ്. പിന്നെ പുറത്ത് കൂടെ നെറ്റിട്ട് കൊടുക്കണം. കൊടുക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് കഴിക്കാതെ 3 കാരണങ്ങളുണ്ട്. ഒന്ന് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതിനാണ് ഇതിൽ തിന്നാൻ കൊടുക്കുന്നത്. നിങ്ങൾ പ്രസവിച്ച് കിടന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മരുന്നൊന്നും തന്നില്ല, പാലുണ്ടാവാനും മരുന്ന് തന്നില്ല, ഇത് കുട്ടിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശരീരത്തിന് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അതിനാണ് നമ്മളിതിന് കടലാതിട്ട മുളപ്പിച്ച് കൊടുക്കാൻ വരുന്നത്. മാംസത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കടല മുതല ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. മുതലായിരിക്കും. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ പിടിച്ച് തിന്നും. മൂന്നാമത്തെ പുറത്തുനിന്നുള്ള ഒരാൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കയറി ആക്രമിക്കും, പേടിച്ചിട്ട് തിന്നും. അതാണ് പുറത്തുള്ള ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനെ നോക്കുന്ന ആൾ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പോവുക. നായ്ക്കളെ വളർത്തുമ്പോൾ അതിനെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കൂടല്ലോ. ഒരു തെങ്ങും തൈ വെച്ചിട്ട് 5 വർഷം 6 വർഷം വരെ ജനങ്ങളെ കാത്തിട്ടും അതിനൊന്നും തേങ്ങ ഉണ്ടായി കാണാനും വേണ്ടിയിട്ട് മുയലിനെ കൊണ്ടുപോയി അവന് 28 ദിവസം തന്നെ കാത്തിട്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ. നിങ്ങളെ തന്ന മുയലിനെ ഒരു മാസം നിങ്ങൾ ആ കാലാവസ്ഥ അവിടുന്ന് വൈക്കോല് കൊടുത്ത് തിന്ന മുയലുകളാണ്. ഇവിടെ വന്നതിന് പുല്ല് കൊടുത്തിട്ട് പുല്ല് ശീലിപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മുയലിനെ തരുന്നത്. നിങ്ങളവിടെ കൊണ്ടുപോയി ഒരു മാസം 45 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയാണ് കിടക്കുക. ഒരു മാസം നിങ്ങളെ പുരാപ്പണിക്ക് തലമുടി പോകാൻ തുടങ്ങിയത് ആണോ? അല്ലേ? ഒന്ന് ഇണങ്ങി കഴിയുമ്പോഴാണ് പിന്നെ എല്ലാം ഉണ്ടാവുക. പുതുക്കത്തിൽ ഭയങ്കര പേടിയായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയി കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴാണ് കുറച്ച് തമാശക്കൂടെ കാര്യം ശരിയല്ലേ? ശരിക്കും പറയില്ലേ, ഭാര്യ അടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പറയുന്നതിന്. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളേ. പാർക്കിന് മേലെ ഞങ്ങളെ ദീപക് ഉണ്ട്, സുരേഷ് മേനോനുണ്ട്, ആബിദുണ്ട്, സലീമുണ്ട്, കുറേ ആൾക്കാർ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കാണാൻ വാർത്തനെ പോലെ ചെയ്യുന്നത്. ബഷീർക്ക വീട്ടിന് മേലെ ചെയ്യുന്നത് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കൊണ്ടേ കാണിച്ചിടാം. 6 മാസത്തിൽ 1 വർഷത്തിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. 1 വർഷത്തിലാണ് കാഷ്ടമാരി കിട്ടുന്നത് നെൽക്കാകുമ്പോൾ. നമുക്ക് അത്രയും പണി കുറഞ്ഞിട്ടല്ലേ ആ നേരം കൊണ്ട് നമുക്കൊരു സീരിയൽ കണ്ടൂടെ? കാരണം ഇത് മാത്രമായിട്ട് ഞാൻ ജീവിക്കുന്ന അതിനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വരും. ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാലത്ത് ചെയ്യാം.